ഒരു വലിയ സദ്യയ്ക്ക് വേണ്ടുന്ന തയ്യാറെടുപ്പുകളുടെ കുറേ വീഡിയോകളുമൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വരണം അല്ലേ? അതാ കഷ്ടപ്പാട്. അതാകുമ്പോൾ ഒരുപാട് ആളില്ലേ. ഇന്ന് പക്ഷെ അത്ര ഇല്ല. നാളെ നിങ്ങളാണോ? ആണോ? കഴക്കൂട്ടത്ത് എവിടെ? അൽസാജോ? ആണോ? അവിടെ എന്തോ സംഭവം? 3000 പേരോ? എത്ര? അടിപൊളിയായിരിക്കും. അപ്പം അതിന് വരാം പറ്റുവാണെങ്കിൽ. വരാം. കണ്ടാക്കി ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നു എന്നെ ഇവർ 3500 പേരുടെ സദ്യയുടെ വീഡിയോ എടുക്കുന്നതിനായിട്ട് ക്ഷണിച്ചു എന്നൊക്കെ. അപ്പോൾ അങ്ങനെ പറഞ്ഞതാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. അപ്പോൾ അതനുസരിച്ച് ഞാൻ അങ്ങോട്ട് പോകുന്ന ദിവസത്തെ കുറച്ച് കാഴ്ചകളാണിന്ന്. പിന്നെ അങ്ങനെ ഞങ്ങൾ രാവിലെ തിരുവനന്തപുരത്തേക്ക് പോകാനായിട്ട് ഇറങ്ങി. അപ്പം നമ്മുടെ സൂര്യക്ഷേത്രത്തിൽ രാവിലെ തൊഴാനായിട്ട് കയറി. ഞായറാഴ്ചയായിരുന്നു അന്ന്. അപ്പോൾ അതുകൊണ്ട് പോകുന്ന വഴിയിൽ ആദ്യം ഞങ്ങൾ സൂര്യഭഗവാനെ തൊഴാനായിട്ട് അവിടെ കയറി. അങ്ങനെ അവിടുന്ന് തൊഴുതിട്ടൊക്കെ ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ തിരുവനന്തപുരത്തേക്ക് പോയി. അപ്പോൾ 10:45 അവിടെ കല്യാണം. അപ്പം നമുക്ക് കല്യാണം അല്ലല്ലോ വേണ്ടത്, അതിന് മുമ്പുള്ള കാര്യങ്ങളായതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ അവിടെ എത്തി. കണ്ടോ, ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ അവർ മറന്നില്ലായിരുന്നു കേട്ടോ എന്നോട് പറഞ്ഞതൊക്കെ. ആ ചേച്ചി വന്നോ എന്ന് പറഞ്ഞവർ ഭയങ്കരമായിട്ട് അവർക്ക് സർപ്രൈസായി. അവർ വിചാരിച്ചില്ല ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് ചെല്ലുമെന്ന്. കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ കല്യാണത്തിന് ക്ഷണമൊന്നുമില്ലായിരുന്നു എന്ന്. പക്ഷേ ഇവർ എന്നെ വീഡിയോ എടുക്കാനായിട്ട് വിളിച്ചതുകൊണ്ടാണ് ഞാൻ വന്നത്. അങ്ങനെ ഞാൻ ചെന്ന് അവിടെ എല്ലാം വീഡിയോ എടുത്തുകൊണ്ട് നമ്മുടെ വർമ്മ ചേട്ടനാണ് അവിടെ കാവി കയ്യിൽ എടുത്തുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ. മാവേലിക്കരയുള്ള വർമാസ് കാറ്ററിംഗ് സർവീസിൻ്റെ സദ്യയാണ് അവിടെ ഉള്ളത്. അവിടെ നിന്നല്ല, ഞങ്ങളുടെ ഒട്ടുമിക്ക എല്ലാവർക്കും ഇപ്പോൾ അദ്ദേഹമാണ് സദ്യ ഒരുക്കി തരുന്നത്. നല്ല അടിപൊളി സദ്യയാണ്. അപ്പോൾ ഇവിടെ 3500 പേർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് വിഭവങ്ങളൊക്കെ ഒരുവിധം എല്ലാം ആയി. പിന്നെ അതിൻ്റെ അവസാനം മിനുക്കുപണികൾ കുറച്ചുണ്ടല്ലോ, അത് മാത്രമേ ഉള്ളായിരുന്നു. പുളിശ്ശേരിയൊക്കെ അടുപ്പിൽ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ വിഭവങ്ങളുമായി. അപ്പോൾ അവർ 50ഓളം പേരുണ്ട് വിളമ്പാനെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും തയ്യാറായി. കുറച്ച് പേര് വന്നുകൊണ്ടിരിക്കുന്നു. വന്നവർ കുറച്ച് പേര് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ കുറച്ച് പേര് കാപ്പി കുടിച്ച് തയ്യാറാകുന്നു. അടുത്ത അവരുടേതായ ഓരോരുത്തർക്കും ഓരോരോ ജോലികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരവരുടേതായ ജോലികളിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ നേരത്തെ വന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് സദ്യ നടക്കുന്ന സ്ഥലം. അപ്പോൾ അവർ നേരത്തെ തന്നെ എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതായത് എല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഗ്യാങ്ങിനും ഓരോരോ ജോലികൾ കൊടുത്തിട്ടുണ്ട്. അവരതനുസരിച്ച് ചെയ്തോളും. എല്ലാം വൃത്തിയായിട്ട് ഓരോ സ്ഥലത്ത് അടുക്കി വെച്ചിരിക്കുകയാണ്. ഇല അടുക്കി വെച്ചേക്കുന്നു. പിന്നെ കണ്ട ഞാൻ പറഞ്ഞില്ലേ, ഓരോ സെറ്റായിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. വന്നവർ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം നല്ല ആത്മാർത്ഥതയോടെ നല്ല ചുറുചുറുക്കോടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എനിക്കവിടെ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അവർ ജോലിയും ചെയ്യുന്നുണ്ട്. എന്നോട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. നല്ല സ്പീഡിൽ അവർ, നല്ല തിരക്കുള്ള സമയമായിരുന്നു ഞാൻ ചെന്നപ്പം. കാര്യം 10:45 കല്യാണം തുടങ്ങുമ്പോഴത്തേക്ക് അവർക്കെല്ലാം റെഡിയാക്കി വെക്കണം. അതുകൊണ്ട് അവരെല്ലാം നല്ല സ്പീഡിന് ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ആദ്യം നമ്മുടെ വെൽക്കം ഡ്രിങ്ക് ഉണ്ടല്ലോ, അപ്പോൾ അതിന് തയ്യാറാക്കി വെക്കാനായിട്ട് അവർ അതെടുത്തുകൊണ്ട് പോവുകയാണ്. അതിന് മുന്തിരി ജ്യൂസും പാഷൻ ഫ്രൂട്ട് ജ്യൂസും ഒക്കെ ആയിരുന്നു അവിടെ ആക്കി വെച്ചിരുന്നത്. അപ്പോൾ ഇവിടെ ഈ വെള്ളത്തിൻ്റെ അവിടെ 2 ചേച്ചിമാരെ അവിടെ നിർത്തിയിട്ടുണ്ട്. അവരിതാ ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കും. അത് അവരുടെ ജോലി. അപ്പോൾ അവരവിടെ നിന്ന് അത് ചെയ്യുക. അങ്ങനെ ഞങ്ങളത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് എല്ലാം ഇലയൊക്കെ വിളമ്പി തുടങ്ങി. കാര്യം നേരത്തെ തുടങ്ങിയാലല്ലേ തീരൂ. 3500 പേരുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനുവേണ്ടി അവരെല്ലാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഇലയെല്ലാം ഇട്ട് ഓരോരോ ഐറ്റംസ് ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഓരോരുത്തർക്കും വേണ്ടുന്ന നിർദ്ദേശങ്ങൾ അവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കെ എന്തൊക്കെ ചെയ്യണം, എത്ര പേര് എവിടെയെല്ലാം നിൽക്കണം, അങ്ങനെ ഓരോ കാര്യങ്ങൾ അവർ നിർദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും നല്ല സ്മാർട്ടായിട്ടുള്ള വിളമ്പ് ടീമാണിവർ. അവർ നല്ല രീതിയിൽ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇനി നമ്മളകത്തേക്ക് പോയി സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിരിക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. കണ്ടോ, അവിടെ പച്ചടി, അവിയൽ, കിച്ചടി, തോരൻ,
കൂട്ടുകറി, എരിശ്ശേരി, പുളിശ്ശേരി, രസം, സാമ്പാർ, ഇങ്ങനെ വേണ്ടുന്ന സദ്യക്ക് വേണ്ടുന്ന എല്ലാ വിഭവങ്ങളും അവിടെ എടുത്തു വച്ചിട്ടുണ്ട്. ഉണ്ടോ, ഇത് തോരൻ, കിച്ചടി, പിന്നെ അവിയൽ. അപ്പോൾ ഇതെല്ലാം ഈ ഒന്നിച്ച് ഇത്രയും പേരില്ലേ, ഒരുപാട് പേരില്ലേ, അപ്പോൾ പെട്ടെന്ന് വിളമ്പി എത്തണ്ടേ, അതിന് വേണ്ടിയിട്ട് 5ഉം 6ഉം പാത്രങ്ങളിലായിട്ട് ഓരോന്നും പകർന്നു വെച്ചിട്ടുണ്ട്. പിന്നെ പുളിശ്ശേരി, രസം, സാമ്പാർ അങ്ങനത്തെ ഒക്കെയാണ് ഏകദേശം 10ഓളം തൊട്ടികളിലായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് വിളമ്പി താമസം വരാതെ ഇരിക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് ഭക്ഷണം നൽകുക എന്നുള്ളതാണല്ലോ അവരുടെ ഒരു കഴിവ് കാണിക്കുന്നത്. അങ്ങനെ അവരതെല്ലാം അടുക്കി 10 തൊട്ടി വീതമുള്ള സാമ്പാറും പുളിശ്ശേരി, രസം, ഇങ്ങനെയുള്ള പരിപ്പ്, മോര്, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അവർ നിറച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ. അപ്പോൾ എന്നോട് ഇതൊക്കെ എടുക്കാനായിട്ടാണ് ചെല്ലാൻ പറഞ്ഞത്. ഞാനങ്ങനെ സമയത്ത് തന്നെ ചെന്നു. ശരിക്കും ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇത്രയും പേരുടെ സദ്യയൊക്കെ കാണുന്നതും ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഇത് അവർ കുറച്ച് പേര് പിന്നെ വന്ന ടീം അവർ ഭക്ഷണം കഴിക്കുന്നു. അപ്പോഴത്തേക്ക് ഇതാ പപ്പടം വരെ കാച്ചി കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം ഇനി വിളമ്പി വെക്കുന്ന ചുമതലയാണ് അവർക്കുള്ളത്. അപ്പോൾ എല്ലാവരും പുതിയതായിട്ട് വന്ന കുട്ടികളും ഉണ്ട്. കാര്യം 50 പേര് വേണമല്ലോ, ഒരു 50 പേരാണെന്നാണ് പറഞ്ഞത് ഇത്രയും പേർക്ക് വിളമ്പാനായിട്ട്. അപ്പോൾ അവർ വന്നവർക്ക് പിന്നെ അവരുടെ ഡ്രസ്സും കാര്യങ്ങളും പിന്നെ ക്യാപ്പും ഗ്ലൗസും ഇതെല്ലാം ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു. കണ്ടോ, അവരെല്ലാം നല്ല സ്പീഡിന് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം സദ്യ തുടങ്ങാറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെത്രയും സ്പീഡിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ അവർക്ക് പറഞ്ഞു കൊടുത്തു എത്ര പേര് എവിടെയൊക്കെ നിൽക്കണം, ആരൊക്കെ എന്തൊക്കെ വിഭവങ്ങൾ എടുക്കണം, എങ്ങനെയാണ് കുറച്ച് ഭാഗം ഒഴിച്ചിട്ടേക്കണം, നല്ല തിരക്ക് വരുമ്പോഴത്തേക്ക് അവിടെയും കൂടെ ഇട്ട് കൊടുക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വർമ്മ ചേട്ടനും വന്ന് ചേട്ടനായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുതിർന്നവരായിട്ടുള്ള സീനിയേഴ്സായിട്ടുള്ളവർക്ക് ഉള്ളവരോട് മറ്റുള്ളവർക്ക് കൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം നല്ല തിരക്കിലാണ്. കാരണം ഇത്രയും നല്ല ഒരു റിസ്ക് ആണല്ലോ അത് നല്ല രീതിയിൽ നടത്തണമെന്നാണല്ലോ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം നല്ല ആത്മാർത്ഥതയോടെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളവരും എല്ലാവർക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരതനുസരിച്ച് ഓരോ കാര്യങ്ങളും ചിട്ടയോടെയും വൃത്തിയോടെയും നല്ല സ്പീഡിനും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നല്ല ഒരു ടീമായിരുന്നു. അപ്പോൾ എനിക്ക് ഇത്രയും നല്ല ഒരു അവസരം തന്ന ബിന്ദു എന്ന് പറയുന്ന ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയാണ് എന്നെ ഇതിനു വേണ്ടി ക്ഷണിച്ചതും എനിക്ക് ഇങ്ങനെയൊക്കെ എടുക്കാൻ കഴിഞ്ഞതും ആ ചേച്ചി കാരണമാണ്. അപ്പോൾ അങ്ങനെ കുറേ പേരുടെ അധ്വാനത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഒക്കെ കാഴ്ചകളും പിന്നെ കുറേ വീഡിയോകളും കുറേ അനുഭവങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. അപ്പോൾ ഇതാണ് വർമാസ് കാറ്ററിംഗ് സർവീസിൻ്റെ നമ്പർ. ആവശ്യമുള്ളവർക്ക് അതിൽ വിളിച്ച് ബുക്ക് ചെയ്യാം. നല്ല അടിപൊളി സദ്യയാണ്. അങ്ങനെ അവിടുത്തെ വീഡിയോകളെല്ലാം പകർത്തിയതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾക്ക് അടുത്ത ഒരു കല്യാണം ഉണ്ടായിരുന്നു, കഴക്കൂട്ടത്ത് തന്നെയുള്ള അൽസാജിൽ.
അപ്പോൾ അൽസാജ് ഓഡിറ്റോറിയത്തിൽ പോയിട്ടുള്ളവർക്കറിയായിരിക്കും, വലിയ ഒരു ഓഡിറ്റോറിയമാണ്. അതിനകത്ത് തന്നെ 4 or 5 ഓഡിറ്റോറിയങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് അതിലൊരിടത്ത് ഒരു കല്യാണം ഉണ്ടായിരുന്നു, അതിന് വേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ കുറേ കാഴ്ചകളാണ്. ഇതിനകത്തൊരു സർപ്രൈസും ഉണ്ട്. അങ്ങനെ നമുക്ക് അടുത്ത കാഴ്ചകളിലേക്ക് പോകാം. അപ്പം ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഇപ്പോഴത്തെ ഒരു ഇതാണല്ലോ, ഇങ്ങനെ ഈ തട്ടുകട പോലെ കുറേ സാധനങ്ങൾ വെൽക്കം ഡ്രിങ്കിനൊപ്പം കാണും. മുളക് ബജി, പിന്നെ ഏത്തയ്ക്കാപ്പം, കാ ബജി, ഉരുളക്കിഴങ്ങ് ബജി, ഇങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് ഓഡിറ്റോറിയത്തിനകത്തേക്ക് കയറി. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ മോളുടെ കല്യാണമാണ്.
കല്യാണമൊക്കെ കഴിഞ്ഞ് ഫോട്ടോ എടുപ്പും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ദാ വരുന്നു. ഇതാരാണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലെ ഏറ്റവും ഇടുക്കിയായിട്ടുള്ള മുക്തിക മുരുകേഷ്. മുക്തിക കുട്ടിയുടെ അച്ഛൻ ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ഫ്രണ്ടാണ്. കഷ്ടപ്പെട്ട് PSCക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ നല്ല രീതി പ്രോത്സാഹിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. എന്തായാലും അങ്ങനെ അതിൻ്റെ സ്നേഹം ഇപ്പോഴും മുക്തികയുടെ അച്ഛനും മുരുകേഷിന് ഞങ്ങളോടുണ്ട് കേട്ടോ. എവിടെ വെച്ച് കണ്ടാലും ഓടി വന്ന് മിണ്ടും. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, മോളെ കണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു, അയ്യോ ഇല്ല എന്ന് പറഞ്ഞ് ഉടനെ പോയി മോളെ വിളിച്ചുകൊണ്ട് വന്നതാണ്. അങ്ങനെ മുക്തിയക്കുട്ടി പാവം കേട്ടോ, പാവം ഒരു കുഞ്ഞ്. ഞാൻ കുറേ നേരം അവിടെ കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു, എനിക്ക് വേണ്ടി പാട്ടൊക്കെ പാടിത്തന്നു. അങ്ങനെ പാവം ഒരു കൊച്ചു കുഞ്ഞ്. അതിനങ്ങനെ നേരെ ഒന്ന് വർത്താനം പറയാൻ അങ്ങനെ പോലും അറിയത്തില്ല കേട്ടോ, അത്രയ്ക്കൊരു കൊച്ചു കുഞ്ഞ്. അങ്ങനെ കുറേ നേരം അവളുമായിട്ടൊന്ന് സംസാരിച്ചു. അപ്പോൾ ഇനിയും ആറ്റേപ്പങ്കാലയ്ക്കൊക്കെ പോകുമ്പം കാണാമെന്ന് പറഞ്ഞു. എൻ്റെ അമ്മയ്ക്കും ചേച്ചിക്കും ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കുഞ്ഞു പാട്ടുകാരിയായിരുന്നു മുക്തിയക്കുട്ടി കേട്ടോ. അപ്പം ഞാനങ്ങനെ മുക്തിയെ കണ്ട കാര്യമൊക്കെ അമ്മയൊക്കെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ മുക്തിയോടും പറഞ്ഞു കേട്ടോ, ഒരു മുത്തശ്ശിയുണ്ട്, പിന്നെ ഒരു എൻ്റെ ചേച്ചിയുണ്ട്, അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ. ഭയങ്കര സന്തോഷമായി കേട്ടോ അവൾക്ക്. ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായി കേട്ടോ. ഇങ്ങനെ മുരുകേഷിൻ്റെ മോളാണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് കാണണമെന്നുണ്ടായിരുന്നു, പക്ഷേ സാഹചര്യം കിട്ടാറില്ല. അങ്ങനെ ഇപ്പം പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടാണ് കിട്ടിയത് ഇങ്ങനൊരു സാഹചര്യം. ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോഴാണ് മുരുകേഷ് എന്ന് പറഞ്ഞ് ഇങ്ങനെ മോള് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞെന്നാൽ പെട്ടെന്ന് വിളിച്ചുകൊണ്ടവൻ അങ്ങനെ പെട്ടെന്ന് വിളിച്ചുകൊണ്ട് വന്ന് എന്നെ കാണിക്കുമായിരുന്നു. അപ്പം ആ പാട്ട് പഠിത്തം ഒന്നും നിർത്തരുതെന്ന്, നല്ല പാട്ടുകാരിയായിട്ട് ഭാവിയിൽ മാറട്ടെ എന്നൊക്കെ ഞാൻ മുക്തിയക്കുട്ടിയെ അനുഗ്രഹിക്കുകയും ആശംസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും ആ കൊച്ചു കുഞ്ഞിന് കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കുറേ നേരം മുക്തിയായിട്ടൊക്കെ സംസാരിച്ച് നിന്ന് പിന്നെ എനിക്കല്ലാതെ സ്പെഷ്യലായിട്ട് പാട്ടൊക്കെ പാടിത്തന്നു കേട്ടോ വേറെ. അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. കുറേ പാട്ട് എനിക്ക് വേണ്ടി പാടിത്തന്നു, മുത്തശ്ശിയെ കേൾപ്പിക്കാനും പിന്നെ എൻ്റെ ചേച്ചിയെ കേൾപ്പിക്കാനും ഒക്കെ ആയിട്ട് കുറേ പാട്ടുകളൊക്കെ എനിക്ക് പാടിത്തന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ സദ്യയൊക്കെ കഴിഞ്ഞ് നല്ല ഒരു ദിവസമായിരുന്നു ഇന്ന്.
വിട്ട് വെള്ളം പോയിട്ടില്ല. കുറച്ച് നാൾ മാത്രമേ ബാംഗ്ലൂർ മാറിയിട്ടുള്ളൂ. പിന്നെ ആ ഒരു വർഷം അല്ല, അത് ഇനിയും അവിടെ എല്ലാവരും കുറച്ച് ദിവസം ഇടപെടൽ മാറും. അങ്ങനെ രാവിലെ എരമത്തൂർ സൂര്യക്ഷേത്രത്തിൽ നിന്നും തുടങ്ങിയ വീഡിയോ എടുപ്പ്, 3500 പേരുടെ സദ്യ, പിന്നെ കല്യാണം, നമ്മുടെ മുക്തിയ കുട്ടിയുടെ പാട്ട്, പിന്നെ കുറേ വിശേഷങ്ങൾ ഒക്കെ ആയിട്ട് ഒരു മുഴുവൻ ദിവസത്തെ വീഡിയോയും എൻ്റെ വിശേഷങ്ങളുമാണ് ഞാനിന്ന് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ പുതിയ വിശേഷങ്ങളും പുതിയ പുതിയ വീഡിയോകളും ഒക്കെ ആയിട്ട് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും അതുവരെ ടാറ്റാ ബൈ ബൈ.